ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ മാത്സ് ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ്. മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ മാത്സ് പഠിച്ചിട്ട് പോകുന്ന രീതി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കില്ല. കാരണം എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് പേന തൊടാതെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്തമാറ്റിക്സിലുണ്ട്. അതേതാണെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായിട്ട്, അതായത് 2 സെക്കൻഡിൽ ഉത്തരം കറപ്പിക്കേണ്ട താമസം മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ. അത്തരം കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഫോർമുലകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അപ്പാടെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ദാ നോക്കുക, നിങ്ങൾക്കായിട്ടുള്ള ആദ്യത്തെ ചോദ്യം 64p/64 വർഗമൂലം, അതായത് സ്ക്വയർ റൂട്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ മക്കൾ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് 64p/64 എന്ന് കാണും. എന്നിട്ട് എന്ത് ചെയ്യും? കൃത്യങ്ങളുടെ നിയമം എടുക്കാൻ വേണ്ടി പോകും. ഒന്നും വേണ്ട, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നോക്കുക, ഈ 64, ഈ ചോദ്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാനാണ്. എടാ, 64 എന്ന് പറയുന്ന വർഗമൂലം എന്താണെടാ? സ്ക്വയർ റൂട്ട് ആണെന്ന് മനസ്സിലായി. 64ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 8 ആണ്. നിങ്ങൾക്കറിയാം. ഇനി p/64 എന്നൊരു സാധനം ഉണ്ട്, അതായത് a/b ഫോമില്. അപ്പം ഈ 64ന്റെ പകുതി എടുക്കുക, അതായത് 64p/64 എന്ന് പറയുമ്പോൾ ഈ 64ന്റെ വർഗമൂലം എടുക്കുക 8. എന്നിട്ട് ഈ ഇവിടെ കിടക്കുന്ന പവറിൽ കിടക്കുന്ന 64ന്റെ പാതി കാണുക. 64ന്റെ പാതി കാണാൻ ഇവിടെയാണ് പലരും അടുത്ത മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യാൻ പോകണ്ട, 60ന്റെ പാതി കാണുക, 4ന്റെ പാതി കാണുക. കാരണം 64 എന്ന് പറഞ്ഞാൽ 60 + 4 ആണ്. 60ന്റെ പാതി 30, 4ന്റെ പാതി 2, 32 എന്ന് വരും. അപ്പൊ ഉത്തരം 8 × p/32 ആയിരിക്കും. ദാ നോക്കുക, വലിയ നിയമങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റി. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ചെയ്താൽ മക്കളെ. 36p/6, 36 നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 36 6ആണ്. p/36ന്റെ പാതി, 30ന്റെ പാതി 15, 6ന്റെ പാതി 3, p/18 എന്ന് വരും. നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല? പേന ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. നേരെ ഉത്തരം കറപ്പിക്കാന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഓക്കെ ആണേ? സെറ്റാണേ? അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കേ. ഇത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, അതായത് സ്കൂൾ തലങ്ങളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. സ്കൂൾ തലങ്ങളിൽ ചോദിക്കുമ്പോൾ 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ഇത് 2 സൈഡിലും സ്ക്വയർ എടുക്കുന്നു, എന്നിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കുന്നു പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി പോവാം. മത്സര പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതാരാ? നമ്മുടെ വില്ലനാരാ? സമയമാണ്. ആ സമയത്തെ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. എടാ, ദാ നോക്ക് മക്കളെ, ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ 15 എന്ന് പറയാം, 17/15 എന്നാണ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? ഈ 225 എന്ന് പറഞ്ഞാൽ എന്താണടാ? 15ന്റെ സ്ക്വയർ ആണ്, 15ന്റെ വർഗമാണ്. അപ്പൊ നമുക്ക് തരുന്ന ചോദ്യത്തിൽ ഈ 225, അതായത് ഈ സമവാക്യത്തിന്റെ ഒരു സൈഡിൽ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ കിടക്കുന്ന പറയുന്ന സംഖ്യയുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗമാണോ ഇവിടെ ഉള്ളത് നോക്കുക. ഓക്കെയാണ്? നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്താണടാ? സ്ക്വയർ റൂട്ട് ഓഫ് 1 + x/225 = 17/15 ആണെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ വർഗമാണ് 225. അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എന്ത് ചെയ്യുക? 17ന്റെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 17ന്റെ വർഗത്തിൽ നിന്നും 15ന്റെ വർഗം കുറച്ച് കളഞ്ഞാൽ മതി. അതായത് 289 - 225 ചെയ്യുക. വളരെ ലളിതമായിട്ട് ഉത്തരം കിട്ടും 64. ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണ്? അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ക്രോസ് ചെക്ക് ചെയ്യുക. ഇവിടത്തെ ഡിനോമിനേറ്റർ കിടക്കുന്നതിന്റെ സ്ക്വയർ ആണോ വർഗമാണോ ഇവിടെ കിടക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ന്യൂമറേറ്ററിന്റെ സ്ക്വയറിൽ നിന്നും ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് എന്തോ അതായിരിക്കും നമ്മളുടെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്റെ സഹായമില്ലാതെ, പേന ഉപയോഗിക്കാതെ ഒറ്റയടിക്ക് എന്റെ പ്രിയ മക്കൾ ചെയ്യും. ഉറപ്പായിട്ടും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. നോക്കടാ, 13 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ ആണ്, വർഗമാണ്. എന്ത്? ഇവിടെ ഈ റൂട്ടിന്റെ അകത്തെ ഡിനോമിനേറ്റർ കിടക്കുന്ന 169. പരിപാടി കഴിഞ്ഞു. എന്ത് ചെയ്താൽ മതി? 14ന്റെ സ്ക്വയറിൽ നിന്നും 13ന്റെ സ്ക്വയർ കുറയ്ക്കുക. അത്രേ മാത്രമേ ഉള്ളൂ. എത്ര വരും? 169 ആണ് 13ന്റെ, 196 ആണ് 14ന്റെ. അപ്പൊ 196ൽ നിന്നും
269 കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയ മക്കൾക്ക് ഉത്തരം കിട്ടുന്നു 27 എന്ന് ഉത്തരം കിട്ടുന്നു. ഓപ്ഷൻ എ ആയിരിക്കും എന്ത് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് ആ സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ചോദ്യം നോക്കിക്കേ. ഈ ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യം, അതായത് ടൈം ആൻഡ് വർക്ക്, ജോലിയും സമയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് ഇക്വേഷനുകളെ പറ്റി പഠിക്കുന്നു. എക്സ്, ഇപ്പം എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി ഒരു ജോലി വൈ ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ രണ്ടുപേരും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും, എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചെറിയ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ചോദ്യത്തിന്റെ വലിപ്പം കൂടുന്ന ഒരു 3 പേരാകുന്നോറും കണക്ക് കൂട്ടേണ്ടതിന്റെ എണ്ണം കൂടും. ഇവിടെ അങ്ങോട്ടൊന്നും പോകണ്ട. ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് 2 കോൺസെപ്റ്റുകൾ ഡബിൾ ധമാക്ക കിട്ടാൻ പോവുകയാണ്. ഇതാ നോക്കിക്കോ. എടാ ഇവിടെ ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു ജോലി ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവനൊരു കഴിവുണ്ടാവണം ആ ജോലി ചെയ്യാൻ വേണ്ടി അല്ലെ? ഒരു ജോലി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സമയവും ആ ജോലി ഏൽപ്പിക്കുന്ന ആളുടെ കഴിവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾക്ക് അറിയാം. ആ ഒരു ആശയം വളരെ ലളിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് സംഭവം ചെയ്യാൻ പറ്റും. നോക്കിക്കേടാ, രാമു എന്ന് പറയുന്ന ആള് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രാമു 6 ദിവസം കൊണ്ട് ചെയ്യും. ഇനി രാജു എന്ന് പറയുന്ന വ്യക്തി, രാജു എന്ന് പറയുന്ന വ്യക്തി 18 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടെ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പൊ ഇവിടെ ആ ജോലി എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 നമ്പറിന്റെയും കൂടെ LCM ലസാഗുവാണ്. ക്ലിയർ ആണല്ലോ? LCM കാണാൻ. ഇനി ഇവിടെ എനിക്കറിയാം നിങ്ങൾ LCM കേട്ടപ്പോൾ ബുദ്ധിമുട്ടി, പേടിക്കണ്ട, LCM ഇപ്പൊ സെറ്റാക്കി തരാം. 2 നമ്പറിന്റെ LCM കാണാൻ വേണ്ടി ഞാൻ പറയാം. ദേ നോക്കിക്കേ, 6, 18. ഇതിൻ്റെ അകത്തുള്ള വലിയ നമ്പർ എടുക്കുക. 2 നമ്പറിന്റെ LCM കാണാൻ, ആ തന്നിട്ട് 2 സംഖ്യകളുടെ LCM കാണാം, അതിനെ വലിയ സംഖ്യകൾ എടുക്കുക. ഈ വലിയ സംഖ്യകളുടെ ഗുണന പട്ടിക എഴുതുക. അതായത് വലിയ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മളൊന്ന് നോക്കുക. അവിടെ നിങ്ങൾ ആദ്യം കാണുന്ന 6ന്റെ ഗുണിതം ഏതാണോ അവനെ ലോക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ആദ്യം കാണുന്ന 6ന്റെ ഗുണിതം ഏതാണോ അതിനെ ലോക്ക് ചെയ്യുക. എവിടെ നോക്കിക്കോ, 18ന്റെ ഗുണിതം എഴുതുമ്പോൾ ആദ്യം 18 × 1 18. ഈ 18 6ന്റെ ഗുണിതമല്ലേ? ആണ്. അപ്പം ഈ LCM എന്ന് പറയുന്നത് 18 ആയിരിക്കും. അപ്പൊ 2 സംഖ്യകളുടെ LCM കാണുമ്പോൾ എന്ത് ചെയ്യുക? 2 സംഖ്യ എന്നല്ല, ഏത് സംഖ്യ, 3 എണ്ണം ആയിക്കോട്ടെ, 4 എണ്ണം ആയിക്കോട്ടെ, എങ്ങനെ വന്നാലും ഇത് ഐഡിയ ആണ്. തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ എടുക്കുക. അതിന്റെ ഗുണനങ്ങൾ അല്ലെങ്കിൽ ഗുണന പട്ടിക എഴുതുക. ആ ഗുണന പട്ടികയ്ക്കകത്ത് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്ന ബാക്കിയുള്ളവരുടെ, ഒരേ സമയം ആദ്യം കണ്ടുമുട്ടുന്ന ബാക്കിയുള്ളവരുടെ ഗുണിതം ഏതാണോ അതിനെ ലോക്ക് ചെയ്യുക. ഓക്കെ ആണ്? ക്ലിയർ ആണ്? ഇപ്പോൾ ഇവിടെ 3 സംഖ്യ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു 4 കൂടെ ഉണ്ടെങ്കിൽ ഈ 18ന്റെ ഗുണിതത്തിന്റെ അകത്ത് ഒരേ സമയം 6ന്റെയും 4ന്റെയും ഗുണിതമായിട്ടുള്ള നമ്പർ ഏതോ അതായിരിക്കും അതിന്റെ LCM. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ 18. ഇനി നമ്മൾ കഴിവ് കാണണം. കഴിവ് ഇപ്പൊ മൊത്തം ജോലി എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ രാമുവിന് 6 ദിവസം വേണം. രാമുവിന് ആ ജോലി ചെയ്യാൻ 6 ദിവസം വേണം എന്ന് പറഞ്ഞാൽ രാമുവിന്റെ കഴിവ് മൊത്തം ജോലി ബൈ രാമു എടുക്കുന്ന ദിവസം 18/6 3. രാമുവിന്റെ കഴിവ് 3 ആണ്. ഇനി രാജുവിന്റെ കഴിവ് 18 ദിവസം കൊണ്ടാണ് ആര് ചെയ്യുന്നത്? രാജു ചെയ്യുന്നത്. ഏത് ജോലി? 18. അപ്പൊ രാജുവിന്റെ കഴിവ് എത്രയാണ്? 18/18 1. നോക്കിക്കേടാ, എടാ കഴിവ് കൂടുതലുള്ളവൻ ഏറ്റവും കുറച്ച് ദിവസം കൊണ്ട് ആ ജോലി ചെയ്യും. നോക്കിക്കേ, രാമുവിന് 3 കഴിവുണ്ട്, അപ്പൊ അവൻ 6 ദിവസം മതി. രാജുവിന് 1 കഴിവേ ഉള്ളൂ, അപ്പൊ അവൻ എന്താണ്? 18 ദിവസം വേണം. ക്ലിയർ ആണല്ലോ? കഴിവ് കൂടുതലുള്ളവൻ ഏറ്റവും പെട്ടെന്ന് ആ ജോലി ചെയ്തു തീർക്കില്ലേ? അങ്ങനെ വളരെ കോമൺ സെൻസോട് ചിന്തിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 പേരും കൂടെ, അതായത് രാമുവും രാജുവും ആ ജോലി ഒരുമിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, രാമുവിന്റെയും രാജുവിന്റെയും 2 പേരും കൂടെ കഴിവ് എത്ര വരും? ഈ 2 കഴിവും കൂടെ കൂട്ടിയാൽ മതി. 3 + 1 4 വരും. അപ്പം ഈ 2 പേർക്കും ജോലി ചെയ്യാനുള്ളത്, മൊത്തം ജോലി ചെയ്യേണ്ട ജോലിനെ എന്ത് ചെയ്യുക? അവരുടെ 2 പേരുടെ കൂടെ കഴിവ് കൊണ്ട് ഹരിക്കുക. 18/4 എന്ന് പറയുമ്പോൾ എത്ര വരും എന്ന് നോക്കുക. 18/4 കാണാൻ വേണ്ടി 18ന്റെ പകുതി എടുക്കുക, അതിന്റെ പകുതി 2 പ്രാവശ്യം എടുക്കുക. 18/4 കാണാൻ 18ന്റെ പകുതി 2 പ്രാവശ്യം എടുത്താൽ മതി. 18ന്റെ പാതി 9, 9ന്റെ പാതി വീണ്ടും കാണുക 4.5. അങ്ങനെ കാണാൻ പറ്റും. ഹരിക്കാൻ നിൽക്കരുത് എൻ്റെ പ്രിയ മക്കൾ. ഈ ഒരു ആശയം സ്പീഡിൽ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജയിക്കും. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾ ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കിക്കേ. P ഒരു ജോലി 12 ദിവസം കൊണ്ടും P ഒരു ജോലി 12 ദിവസം കൊണ്ടും അതേ ജോലി
Q എന്ന് പറയുന്നവന് 4 ദിവസം കൊണ്ടും അതേ ജോലി R എന്ന് പറയുന്നവൻ എത്ര ദിവസം കൊണ്ടാണെടാ 6 ദിവസം കൊണ്ടും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരും കൂടെ ഒരുമിച്ച് എത്ര സമയം കൊണ്ട് ചെയ്യുന്നു? എടാ ഈ 3 നമ്പറിന്റെയും LCM, അതായത് 12, 4, 6, ഏറ്റവും വലിയ സംഖ്യ 12 ആണ്. 12ന്റെ ഗുണിതങ്ങൾ എഴുതുക. 12 × 1 12. നോക്കിക്കേ, 12 എന്ന് പറയുന്നത് ഒരേ സമയം 4ന്റെയും 6ന്റെയും ഗുണിതമാണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നോക്കുക, LCM 12 ആയിരിക്കും. 12ന്റെ ഗുണന പട്ടികയിൽ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്ന 4ന്റെയും 6ന്റെയും ഒരേ സമയം ഗുണിതമായിട്ടുള്ള സംഖ്യ ഏതോ അതായിരിക്കും ആ 3 നമ്പറിന്റെയും LCM. നിങ്ങൾക്ക് വളരെ സെറ്റപ്പ് ആയിട്ട് അത് മനസ്സിലായി. ഇനി നോക്കുക, ഇവിടെ എന്താണ് കഴിവ് കാണണം. പിയുടെ കഴിവ് 12/12 1, ക്യൂവിന്റെ കഴിവ് 12/4 3, ഇനി ആറിന്റെ കഴിവ് 12/6 2 ആയിരിക്കും. 3 പേരുടെയും കഴിവ് എത്രയായിരിക്കൂടാ? 3 പേരുടെയും കഴിവെന്ന് പറയുന്നത് ഇത് 3 കൂട്ടുന്നതിന് തുല്യമായിരിക്കും. 3 2 5 1 6 എന്ന് കിട്ടും. അപ്പം ഈ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ആകെ ജോലി ബൈ ആകെ കഴിവ് 6 = 2 എന്ന് വരും. ഓപ്ഷൻ എ 2 ആയിരിക്കും നമ്മളുടെ ഉത്തരം. നോക്കിക്കേ, അപ്പൊ ആ കോൺസെപ്റ്റ് വലിയ ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കണം. x × y / x z, x × y + y × z + x × z എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് വേണം ചെയ്യാൻ. എന്തിനാണ് ആ ഫോർമുലകൾ ഒരുപാട് ഓർത്ത് വെക്കുന്നതിന് നല്ലത്? ഈ കോൺസെപ്റ്റ്, ഒറ്റ കോൺസെപ്റ്റ് എല്ലാ ചോദ്യത്തിലും അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ ആണേടാ? സെറ്റാണേ. അപ്പൊ ദാ നോക്കുക, എന്റെ പ്രിയ മക്കൾക്കായിട്ടുള്ള അടുത്ത ചോദ്യം. 1നും 100നും ഇടയ്ക്ക് 6 എന്ന് പറയുന്ന അക്കം എത്ര തവണ ആവർത്തിക്കും? 1നും 100നും ഇടയ്ക്ക് നിങ്ങൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ, 1നും 100നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 1ഉം 100ഉം ഇല്ല. 2, 3, 4 അങ്ങനെ 100ന് തൊട്ട് മുമ്പ് വരെ 99 വരെയുള്ള സംഖ്യകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 6 എന്ന് പറയുന്ന സംഖ്യ എത്ര തവണ ആവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം പലരും എന്താ ചെയ്യുന്നത്? എഴുതി നോക്കും അല്ലെ. രണ്ടിൻ്റെ അകത്ത് എന്താണ്, അവിടെ 2 മുതൽ 9 എടുക്കുമ്പോൾ 6 വരും. പിന്നെ എന്താ പറയുന്നത്? പിന്നെ 16ൻ്റെ അകത്ത് ഒരു 6 വരും. പിന്നെ 26, 36, 46, 56, 66, 76, 86, 96 എണ്ണും. 1 2 3 4 5 6 7 8 9 10 എന്ന് എഴുതി പെട്ടെന്ന് 10 എന്ന് ഉത്തരം എഴുതും. ആ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടാവും, തെറ്റി പണ്ടാരടങ്ങും. ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ വലിയൊരു പിഴ ഇവിടെ തന്നെ സംഭവിച്ചു. എടാ 66ൻ്റെ അകത്ത് 6 2 തവണയുണ്ട്. അപ്പൊ 10 അല്ല, ഇവിടെ വരെ വരുമ്പോൾ 11 വരുന്നത്. പക്ഷേ ഇതാണ് ഉത്തരം? അല്ല. ഇവിടെ നമുക്ക് വിട്ടുപോകുന്ന ഒരാളുണ്ട്. 56 കഴിഞ്ഞ് 57, 58, 59, 60. 60ൻ്റെ അകത്ത് ഒരു 6 ഇല്ലേ? 61, 62, 63, 64, 65, 66 ഇവിടെ എഴുതി. പിന്നെ 67, 68, 69. ഇതിൻ്റെ അകത്ത് എത്രയുണ്ട്? 11 വരെ നമ്മൾ എണ്ണി നിർത്തി. 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എണ്ണം വരും. അതായത് 6 എന്ന് പറയുന്ന സംഖ്യ 20 തവണ എന്ത് ചെയ്യുന്നുണ്ട്? 1നും 100നും ഇടയിൽ ആവർത്തിക്കുന്നുണ്ടെന്ന് എഴുതും. ഈ സാധനം ഇങ്ങനെ ചെയ്തു നോക്കുന്ന ഒരാളുടെ സമയം നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയ മക്കൾ ശ്രദ്ധിക്കുക. എടാ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ, അതിൽ 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ 20 തവണ ആവർത്തിക്കും. 20 തവണ ആവർത്തിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? പഠിച്ചു വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ചോദ്യം കണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. CGLന്റെ ബേസ് ചോദ്യമാണ്. ഈ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 20 തവണ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ 1 മുതൽ 100 വരെയുള്ള സംഖ്യ, 1നും 100നും ഇടയ്ക്ക് 2 എന്ന സംഖ്യ എത്ര തവണ ആവർത്തിക്കും? 20 തവണ. 3 20 തവണ, 4 20 തവണ, അങ്ങനെ 9 വരെയുള്ള സംഖ്യകൾ 20 തവണ ആവർത്തിക്കുമെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണേ? മാറിപ്പോവരുത്. 2 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ്. ഓക്കെ ആണ്? സെറ്റാണ്. ഇവിടെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒന്നും പോകണ്ട. ഈ സാധനം കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ മതി. ചോദ്യം ഇതിൻ്റെ അകത്ത് തന്നെയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായുള്ള എൻ്റെ അടുത്ത ചോദ്യം, 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങളുടെ മനസ്സിൽ ഉത്തരം ഉണ്ടാകാം. കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടും. പക്ഷേ ഇത് ഏത് സംഖ്യ ചോദിച്ചാലും ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. കോഡുകളുടെ വരവാണിനി. ഇതാ നോക്കുക മക്കളെ, ഞാനൊരു നമ്പർ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 4 4 2 2 3 2 2 3 2 1.
ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാലോ. ഇനി അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ദാ ഒരു പാട്ടായിട്ട് പറഞ്ഞുതരാം. 44 2 2 3 2 2 3 2 1 44 2 2 3 2 2 3 2 1 44 2 2 3 2 2 3 2 1 പഠിച്ചേ പാട്ട് പോലെ പാടി പഠിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇതിന്റെ ഇവിടെ നിന്ന് ഒരു വരയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. വര ഓക്കെ ആണ്. എല്ലാത്തിനും ഇടയിൽ വരകൾ ഇട്ടു. ഇനി ഇത് 1 10 20 30 40 50 60 70 80 90 100 ഓക്കെ ആണല്ലോ 100 കേട്ടാ 100 ഓക്കെ ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 50 വരെയുള്ള എന്ന് പറയുമ്പോൾ ഏതാണ്? 50 വരെ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ 50 ഇരിക്കുന്നത്. അപ്പൊ 50 വരെയുള്ള ഈ സംഖ്യകൾ കൂട്ടുക. 4 4 8 8 2 10 10 2 12 3 15 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണ്. അപ്പൊ നോക്കുക, ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് 60നും 70നും ഇടയിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 2 3 2 1 2 3 5 5 2 7 7 1 8 60നും. അപ്പൊ ഏത് രണ്ടിന്റെ ഇടയിൽ ചോദിച്ചാലും ഈ സാധനം പഠിക്കാൻ പറ്റും. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ കാണാതെ പഠിക്കുന്നത് വിടുക, ഈ സാധനം പഠിക്കുക. 44 2 2 3 2 2 3 2 1 ആ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ നിന്ന് അഭാജ്യ സംഖ്യകളിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 1 10 എല്ലാത്തിനിടെ വരയിടുന്നു. 1 10 20 30 40 അങ്ങനെ 100 വരെ എഴുതുന്നു. പിന്നെ കാര്യങ്ങൾ സെറ്റാണ്, ഓക്കെ ആണ്. വളരെ ലളിതമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റി അല്ലേ? അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് ഒരു ഇക്വേഷനും യൂസ് ചെയ്യാണ്ട് ഒരു സൂത്രവാക്യവും പഠിക്കാതെ ഇനിയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിലുണ്ട്. വീണ്ടും വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ ഞാൻ വീണ്ടും ക്ലാസ്സുകളുമായിട്ട് ഇതുപോലെ ഷോർട്ട് ട്രിക്കുകളും ഈസി മെത്തേഡുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. വീണ്ടും കാണും വരേക്കും ശുഭദിനം. ബൈ.